ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമേരിക്കൻ ഒഡീസീസ് വിത്ത് അഖില. കുറച്ച് അമേരിക്കൻ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ തുടങ്ങിയത്. പ്രധാനമായും അമേരിക്കയിലെ ജീവിത രീതി, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, ചെറിയ ചെറിയ യാത്രകൾ ഇവയൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടി. ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ അമേരിക്കൻ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹൗസ് ഷിഫ്റ്റിംഗ് വീഡിയോയുമായിട്ടാണ്. അതെ, ഞങ്ങൾ ഈ അടുത്തൊന്ന് താമസം മാറി. അമേരിക്കയിൽ ടെക്സസിലെ ടെൻഡനിലുള്ള ഓക്സ് അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാനും ഹസ്ബൻഡും താമസിച്ചിരുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് താമസിച്ചു വരുന്നുണ്ട്. കുറച്ച് കൂട്ടുകാരൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് നടത്തുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഫയൽ ചെയ്താൽ തൊട്ടടുത്ത ദിവസം തന്നെ പരിഹരിക്കുമായിരുന്നു. ഞങ്ങളുടേതൊരു 1 ബെഡ് 1 ബാത്ത് അപ്പാർട്ട്മെൻറ്റാണ്. അതിലൊരു ബെഡ്റൂം, ലിവിങ് റൂം, കിച്ചൺ, പിന്നെ ഒരു ബാത്റൂം, ഇത്രയുമാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ ലിവിങ് റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ചെടികളും പിന്നെ കുറച്ച് വാൾ ആർട്സും കാണാം. അതിൽ കാണുന്ന ചില പെയിൻറ്റിങ്ങുകൾ സുഹൃത്തുക്കൾ വരച്ചതാണ്. കൂടാതെ ചുമരിൽ സുഹൃത്തുക്കളുടെ കൂടെയുള്ള ഫോട്ടോസൊക്കെ കാണാം. പിന്നെ ഒരു ക്ലോക്കും. കുറേ ചിന്തിച്ചതിന് ശേഷം എടുത്തൊരു തീരുമാനമായിരുന്നു ഈ ഹൗസ് ഷിഫ്റ്റിംഗ്. ഷിഫ്റ്റ് ചെയ്യാൻ പ്രധാനമായിട്ട് 1-2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത കുറവായിരുന്നു. മറ്റൊന്ന് ഇൻഹൗസ് ലോണ്ടറി ഫെസിലിറ്റിയുടെ അഭാവവും. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിരിക്കുന്നതാണ്. അതിന് മുന്നിൽ തന്നെ ഒരു വലിയ കെട്ടിടവും പിന്നെ മരങ്ങളും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ സൺലൈറ്റ് അകത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. മറ്റൊന്ന്, കോമൺ ലോണ്ടറി റൂമിലായിരുന്നു ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ പോയിരുന്നത്. തിരക്കുള്ള ദിവസങ്ങളിൽ ലോണ്ടറി റൂമിൻ്റെ ഉപയോഗം ഏറെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കുറച്ചു നാളത്തെ തിരച്ചിലിന് ശേഷം മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു പുതിയ അപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുകയായിരുന്നു. നമുക്കെല്ലാം അറിയാം, മൂവിങ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രധാന ചിന്ത സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ സന്തോഷകരമായിട്ട് എങ്ങനെ മൂവ് ചെയ്യുമെന്നുള്ളതായിരുന്നു. മോട്ടിവേഷന് വേണ്ടി തിരഞ്ഞ എൻ്റെ കയ്യിൽ കിട്ടിയത് ദി ആർട്ട് ഓഫ് ഹാപ്പി മൂവിങ് എന്ന അലി വിൻസ്കി എഴുതിയ പുസ്തകമാണ്. ഹാപ്പിയായി മൂവ് ചെയ്യാൻ ഈ പുസ്തകം എന്നെ വളരെയധികം സഹായിച്ചു. 11 വർഷത്തിനിടയിൽ 10 തവണ മൂവ് ചെയ്ത വ്യക്തിയാണ് അലി. അതിൽ പലതും വളരെ ദൂരേക്കായിരുന്നു. നിങ്ങൾക്കും പ്രയോജനകരമായേക്കാവുന്ന ഈ പുസ്തകത്തിലെ പ്രധാന കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം. 19 അധ്യായങ്ങളിലൂടെ അലി പറയാൻ ശ്രമിച്ച കാര്യങ്ങളെ നമുക്ക് 8 തിരിക്കാം. മൂവ് ചെയ്യുമ്പോൾ പൊതുവായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനാൽ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അപ്രായോഗികമായിരുന്നു. ദി ആർട്ട് ഓഫ് ഹാപ്പി മൂവിങ് എന്ന ഈ പുസ്തകം ഊന്നിപ്പറയുന്ന വളരെ പ്രധാനപ്പെട്ടതും മൂവ് ചെയ്യുന്നതിന് വളരെ മുന്നേ തന്നെ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യമാണ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ. കൃത്യമായ പ്ലാനിങ് നടത്താതെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രെസ്ഫുള്ളായിരിക്കും. ഹൗസ് ഷിഫ്റ്റിംഗ് കാര്യക്ഷമമായി നടത്താൻ വേണ്ടിയിട്ട് ചെക്ക് ലിസ്റ്റുകളും ടൈം ലൈനുകളും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്കായി ഞാൻ ആദ്യം ചെയ്തത് മൂവ് ചെയ്യേണ്ട സാധനങ്ങൾ കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു റൂമിലുള്ള സാധനങ്ങൾ ഒരുമിച്ച് പാക്ക് ചെയ്യുന്നതിന് പകരം ഓരോ കാറ്റഗറി അനുസരിച്ചായിരുന്നു പാക്കിംഗ് തീരുന്ന മുറയ്ക്ക് ചെക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഞാൻ ആദ്യം പാക്ക് ചെയ്തത് ബുക്സ് ആയിരുന്നു. അതിനുശേഷം പാക്ക് ചെയ്തത് വസ്ത്രങ്ങളായിരുന്നു. വസ്ത്രങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്. ഈ പുസ്തകത്തിൽ പറയുന്ന അടുത്ത പോയിൻ്റ് ഡീക്ലട്ടറിങ് ആൻഡ് ഡൗൺ സൈസിങ് ആണ്. മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഡീക്ലട്ടർ ചെയ്യേണ്ടത് അനിവാര്യമാണ്. വളരെ ദൂരേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഒരു പരിധിയിലധികം സാധനങ്ങൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണല്ലോ. അലി വിൻസ്കി തൻ്റെ പുസ്തകത്തിൽ അനാവശ്യ ഇനങ്ങൾ ഉപേക്ഷിക്കാനുള്ള തന്ത്രങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. ഞങ്ങളുടെ പുതിയ അപ്പാർട്ട്മെൻറ്റ് 3 മൈലിൽ താഴെ ദൂരത്തായതിനാൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എന്നാലും പഴകിയ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുകയും ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളും റീസൈക്കിൾ ചെയ്യാൻ മാറ്റിവെക്കുകയും ചെയ്തു. ഹാപ്പിയായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം എഫിഷ്യൻറ്റ് പാക്കിംഗ് ആണ്. കാര്യക്ഷമമായി സാധനങ്ങൾ പാക്ക് ചെയ്യുന്നത് ലോഡിങ്ങും അൺലോഡിങ്ങും എളുപ്പമാക്കുന്നു. കളർ കോഡുള്ള ബോക്സുകൾ, അടിയന്തര ആവശ്യങ്ങൾക്കായുള്ള
അവശ്യവസ്തുക്കളുടെ ബോക്സ് ഉണ്ടാക്കൽ, ഉചിതമായ പാക്കിംഗ് സാമഗ്രികളുടെ ഉപയോഗം എന്നിവ പോലെ കാര്യക്ഷമമായി പാക്ക് ചെയ്യാനുള്ള പ്രാക്ടിക്കൽ ടിപ്സും ഈ പുസ്തകം നൽകുന്നുണ്ട്. ഞങ്ങൾ കാർഡ്ബോർഡ് ബോക്സുകളിലാണ് ഒട്ടുമിക്ക സാധനങ്ങളും പാക്ക് ചെയ്തിരുന്നത്. പുതിയ അപ്പാർട്ട്മെൻറ്റിലെത്തി അൺപാക്ക് ചെയ്യുന്നത് എളുപ്പമാക്കാനായി ഓരോ ബോക്സിന് പുറത്തും അതിനുള്ളിൽ എന്താണുള്ളതെന്ന് എഴുതിയിരുന്നു. മൂവിംഗ് ഡേ ടിപ്സ്. മൂവിംഗ് ഡേയിൽ കൃത്യമായും സമയബന്ധിതമായും കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതാണല്ലോ. മൂവേഴ്സുമായിട്ടുള്ള ഏകോപനം, പ്രധാന രേഖകൾ കയ്യിൽ സൂക്ഷിക്കുക എന്നിങ്ങനെയുള്ള ഉപദേശങ്ങൾ അലി തൻ്റെ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. ഞങ്ങളുടെ മൂവിംഗ് ഡേയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ സാന്നിധ്യം. യുഹോൾ ട്രക്ക് റെൻറ്റിനെടുത്ത് മൂവ് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഞങ്ങൾ സുഹൃത്തുക്കളുടെ നിർബന്ധപ്രകാരം അവരുടെ വണ്ടികളിലാണ് മൂവ് ചെയ്തത്. ഷിഫ്റ്റിംഗ് ഡേയിൽ സുഹൃത്തുക്കൾ ചെയ്ത സഹായം വിലമതിക്കാനാവാത്തതാണ്. സാധനങ്ങൾ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും അവർ നന്നായി സഹായിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ അപ്പാർട്ട്മെൻറ്റ് 2ാം നിലയിലായതിനാൽ ഫർണിച്ചറുകൾ കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകയുണ്ടായി. അടുത്ത പ്രധാന പോയിൻ്റ് സെറ്റിലിംഗ് ഇൻ ടു ന്യൂ ഹോമാണ്. പുതിയ വീട് വേഗത്തിലും കാര്യക്ഷമമായും ഓർഗനൈസ് ചെയ്യാനുള്ള ടിപ്സുകൾ വെൻസ്കി തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കൂടാതെ പുതിയ കമ്മ്യൂണിറ്റിയുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും. അൺഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ് ആയിരുന്നതിനാലും പഴയ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും രൂപകൽപ്പനയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനാലും സമയമെടുത്താണ് പുതിയ വീട് ഓർഗനൈസ് ചെയ്തത്. ഇതിനുവേണ്ടി ഏകദേശം 2 ആഴ്ചയോളം എടുത്തു. അലി തൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന മറ്റൊരു കാര്യം ഇമോഷണൽ വെൽബീയിങ് ആണ്. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും മാറി മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ എത്തിപ്പെടുമ്പോൾ വൈകാരിക തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ എങ്ങനെ നേരിടണമെന്ന് വെൻസ്കി തൻ്റെ പുസ്തകത്തിൽ തുറന്നു കാട്ടുന്നു, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. ഞങ്ങളുടെ ഹൗസ് ഷിഫ്റ്റിൻ്റെ കാര്യത്തിൽ 2.8 മൈൽ അകലെ മാത്രമാണ് താമസം മാറിയത്. കുറച്ച് നാളായിട്ട് താമസിച്ചു വരുന്ന വീടിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവുക സ്വാഭാവികമാണ്. പുതിയ സാഹചര്യങ്ങളോട് വൈകാരികമായി ഇണങ്ങിച്ചേരാൻ കുറച്ച് ദിവസം ഞങ്ങൾക്കും എടുത്തു. അടുത്ത പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. പുതിയ കമ്മ്യൂണിറ്റിയിൽ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ പ്രാധാന്യം എഴുത്തുകാർ ചൂണ്ടിക്കാട്ടുന്നു. പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെയും ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയും കുറിച്ച് അവർ പറയുന്നു. ഞങ്ങൾ മൂവ് ചെയ്തത് അധികം അകലേക്കല്ലാതിരുന്നതിനാലും ഞങ്ങളുടെ പുതിയ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ അറിയാവുന്ന ആൾക്കാർ ഉണ്ടായിരുന്നതിനാലും കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനെ കുറിച്ച് അധികം ചിന്തിക്കേണ്ടി വന്നില്ല. ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ ഒരു പ്രാധാന്യമേറിയൊരു കാര്യമാണ് ചെക്ക് ലിസ്റ്റ് ആൻഡ് വർക്ക്ഷീറ്റ്സ്. ഹൗസ് ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായി ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഉപയോഗപ്രദമായ രീതിയിലുള്ള ചെക്ക് ലിസ്റ്റുകളും വർക്ക്ഷീറ്റുകളും ഈ പുസ്തകത്തിലുടനീളം അലി നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ഹൗസ് ഷിഫ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആദ്യ സ്റ്റെപ്പ് തന്നെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയായിരുന്നു. മൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ചെക്ക് ലിസ്റ്റ് വെരിഫൈ ചെയ്തിരുന്നു. സന്തോഷകരമായ രീതിയിൽ ഒരു ഹൗസ് ഷിഫ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് ദി ആർട്ട് ഓഫ് ഹാപ്പി മൂവിങ് എന്ന ഈ പുസ്തകത്തിലെ ഈ 8 കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുകയാണ്. ഞങ്ങൾ പഴയ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലീസ് എൻഡ് ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുമ്പ് തന്നെ മൂവ് ചെയ്തതിനാൽ അപ്പാർട്ട്മെൻറ്റിൽ തിരിച്ചു പോയിട്ട് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷം അപ്പാർട്ട്മെൻറ്റ് ഡീപ്പ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കീ റിട്ടേൺ ചെയ്തത്. ഇനി പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള യാത്രാമധ്യേയുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. US അപ്പാർട്ട്മെൻറ്റുകളുടെ റെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൊക്കേഷൻ, അപ്പാർട്ട്മെൻറ്റിൻ്റെ സൈസ്, സൗകര്യങ്ങൾ, പിന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ ദാറ്റ് ഏരിയ എന്നതിനെയൊക്കെ ആശ്രയിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഡെൻറ്റനിലെ അപ്പാർട്ട്മെൻറ്റ് റെൻറ്റ് നാഷണൽ ആവറേജിനേക്കാളും കുറവാണ്. ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സിന് $900 മുതൽ $1200 വരെ പെർ മന്ത്
1 ബെഡ് അപ്പാർട്ട്മെൻറ്റ്സിന് 1000 മുതൽ $1400 വരെ പെർ മന്ത്. ആൻഡ് 2 ബെഡ് അപ്പാർട്ട്മെൻറ്റ്സിന് 1200 മുതൽ $1800 വരെ പെർ മന്ത്. പിന്നെ 3 ബെഡ് അപ്പാർട്ട്മെൻറ്റ്സിന് 1600 മുതൽ $2200 വരെ പെർ മന്ത്. ഇത് ഒരു ഏകദേശ കണക്കാണ് കേട്ടോ. ഷിഫ്റ്റിങ്ങിന് ശേഷം കാലിയായി കിടക്കുന്ന നമ്മുടെ പഴയ അപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ലിവിങ് റൂം, പിന്നെ ഇതൊരു സ്റ്റോറേജ് സ്പേസാണ്. ഇവിടെ 2 ഭാഗങ്ങളിലായിട്ട് ഇത് അടുക്കള, കുറച്ച് ക്യാബിനറ്റ്സ് ഉണ്ട്, റെഫ്രിജറേറ്റർ, ഫൈനലായിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്യുകയാണ് എല്ലാം ഓക്കെ അല്ലേ എന്നുള്ള കാര്യത്തിൽ. ഇതാണ് ബെഡ്റൂം. ബെഡ്റൂമിനുള്ളിൽ തന്നെ വസ്ത്രങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതാണത്, ക്ലോസറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ക്ലോസറ്റ് സ്പേസ്, വാക്ക് ഇൻ ക്ലോസറ്റ്സ് ആണ്. പിന്നെ നമ്മുടെ ബാത്റൂം. അമേരിക്കയിലെ ടെക്സസിൽ താമസിക്കുന്ന ഞങ്ങളുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണിന്ന് നിങ്ങൾ കണ്ടത്. പഴയ അപ്പാർട്ട്മെൻറ്റും പിന്നെ ഷിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഉപയോഗപ്രദമായിട്ടുള്ള ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം. അമേരിക്കയിലെ വിശേഷങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിടാം.